നമസ്കാരം എല്ലാ മച്ചന്മാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറച്ച് കിടിലൻ ട്രിക്കിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഫിംഗർ പ്രിന്റ് ലോക്ക് സാധാരണയായിട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ഫോൺ അൺലോക്ക് ചെയ്യാൻ മാത്രമാണ്. എന്നാൽ ഈ ഒരു ഫിംഗർ പ്രിന്റ് ലോക്കിനെ ഒരു മൾട്ടി ഫംഗ്ഷനുള്ള സംഭവമായിട്ട് എങ്ങനെ മാറ്റാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോക്ക് ബട്ടൺ ഉപയോഗിച്ച് ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, ഫ്ലാഷ് ലൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചെറിയ ബട്ടൺ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫിംഗർ പ്രിന്റ് ലോക്ക് കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് ലഭിക്കും. ഞാൻ ഗ്യാരണ്ടിയാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ എങ്ങനെയാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ലോക്ക് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പ്രസ് ചെയ്യുമ്പം നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ആ ഒരു ഫിംഗർ പ്രിന്റ് ലോക്കിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓണായി വരും. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ഓണായി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷനിലോട്ട് ആദ്യമേ വരുമ്പോൾ നിങ്ങൾ എനേബിൾ ഫിംഗർ പ്രിന്റ് ക്വിക്ക് ആക്ഷൻ എന്ന് പറയുന്നതിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ച് പെർമിഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് സിംഗിൾ ടാപ്പിൽ എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിംഗിൾ ടാപ്പിൽ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വാട്സപ്പാണ്. അപ്പം നിങ്ങൾക്ക് സിംഗിൾ ടാപ്പിൽ എന്താണ് വേണ്ട ആക്ഷൻ എന്നുള്ളത് ഇവിടെ ഒരുപാട് ആക്ഷനുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് സ്വൈപ്പ് ആൻഡ് ക്വിക്ക് ടാപ്പ് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അതിൽ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ സ്ലീപ്പാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഏതാണ് വരേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഫ്ലാഷ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ ഒരുപാട് ഫംഗ്ഷനുകൾ ചെയ്യാനായിട്ട്, അതായത് ഫിംഗർ ലോക്ക് ഉപയോഗിച്ച് ഒരുപാട് ഫംഗ്ഷനുകൾ ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഇപ്പോൾ ആ ഫിംഗർ ലോക്കിലൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ വാട്സപ്പ് ഇവിടെ ഓണായി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഫ്ലാഷ് ലൈറ്റ് ഓണായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓഫായി പോകുന്നതുമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫ്ലാഷ് ലൈറ്റൊക്കെ രാത്രി തെളിക്കാനൊക്കെ ആയിട്ട് നമ്മൾ നോട്ടിഫിക്കേഷന് പോകേണ്ടി വരും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇട്ട് തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യണമെങ്കിൽ താഴെ ഞാൻ അതിൻ്റെ ഡൗൺലോഡിങ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മടിക്കരുത്. എനിവേ നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.